ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലത്തിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അതിനൊരു പ്രത്യേകിച്ച് കാരണമുണ്ട്. ഇത് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു 1.5 ട്രിപ്പ് തന്നെയാണ്. നമ്മൾ ഗോവ, ലക്ഷദ്വീപ് അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ആക്ച്വലി ലക്ഷദ്വീപ് മാത്രമാണ് നമ്മൾ പ്ലാനിലുള്ളത്. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്നതിന് മുന്നേ വൺ ഡേ ഒരു ഫ്രഷപ്പ് പോലെ ഗോവ പ്ലാനും കൂടെ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗോവയിലേക്കാണ് പോകുന്നത്. കാരണം നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഗോവയിൽ നിന്നാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, പാക്കേജിൻ്റെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഗോവയിൽ വൺ ഡേ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം കാലിക്കറ്റിൽ നിന്ന് നമ്മൾ വൈകിട്ട് ഒരു 6 മണിക്ക് ആണ് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. ട്രെയിൻ ഗോവ വരെ എത്താൻ എന്തായാലും കുറേ ടൈം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ കയറിയിരുന്നു. പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പോൾ ട്രെയിനിൽ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ നമുക്ക് നല്ല വൃത്തിയിൽ ഹൈജീനിക് ആയിട്ട് കിട്ടും. കാരണം സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ട്രെയിനിൽ പ്രത്യേകിച്ച് രാത്രി കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനും കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുറേ സമയം നമ്മളിങ്ങനെ ഇരുന്നു കാര്യങ്ങളൊക്കെ ഇരുന്നു, കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പിറ്റേന്ന് രാവിലെ പുലർച്ചെ ഒരു 5:45, 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിവിം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഗോവയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് അത്. അവിടെ നമ്മൾ ബസ്സാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റേ കാര്യങ്ങളൊന്നും ഇവിടെ ആയിട്ടില്ല. അതൊക്കെ നമ്മൾ ഇന്ന് വന്നിട്ട് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അഞ്ജുന ബീച്ചിലേക്കാണ്. കാരണം നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്ഷദ്വീപാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗോവ നമ്മുടെ പ്ലാനിലില്ലാത്തൊരു സംഭവം. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി, ബസ്സൊക്കെ വിട്ടു. അങ്ങനെ നമുക്ക് റൂമൊക്കെ കിട്ടി. റൂമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ടൈം കളയാൻ നിന്നില്ല. കാരണം ആകെ 24 മണിക്കൂർ പോലും തികച്ചില്ല. അപ്പോൾ നമ്മൾ ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ എഴുതിയിട്ട് അപ്പോൾ തന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി. ഗോവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടുകളാണ് ഗോവയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിലേക്കായിരുന്നു. ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമുക്കിവിടെ കൂടുതലുള്ളത് കഫേകളും അതേപോലെ തന്നെ ബാറ്, ഷാക്ക് എന്നാണ് ഇവർ പറയുക കേട്ടോ നമുക്കിവിടെ ബാറിനൊക്കെ. അതുപോലെ തന്നെ ബീച്ച്. നമ്മൾ കാലിക്കറ്റുള്ള ആൾക്കാരെ നമ്മൾ ബീച്ച് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഗോവയിൽ ബീച്ച് അല്ലാതെ വേറെ ഒന്നുമില്ല, ബീച്ചും ഷാക്സും മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കുറേ ബീച്ചുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അഞ്ജുന ബീച്ചിലായിരുന്നു നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയിട്ടുള്ളത്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇറ്റാലിയൻ ടച്ചുള്ള റെസ്റ്റോറൻറ്റാണ്. കൂടുതലും ഫോറിനേഴ്സിനെയാണ് ഗോവ മാർക്കറ്റും അല്ലെങ്കിൽ ഗോവയിലെ ടൂറിസം ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഫോറിൻ ടച്ച് വരുന്ന സംഭവങ്ങളാണ്. അതായത് ഫുഡിൻ്റെ കൂടെ ബിയർ, നമുക്ക് ലിക്കർ, ഹോട്ട് ഡ്രിങ്ക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. റേറ്റൊക്കെ കമ്പാരിറ്റീവ്ലി ചീപ്പാണ് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നിരുന്നാലും നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവായിട്ട് തന്നെയുള്ളത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും ഒരു ബിയറും ആയിരുന്നു. പിന്നെ ഹോട്ടൽ കണ്ടില്ല നിങ്ങളുടെ ഹോട്ടൽ നമ്മൾ കഴിച്ചില്ല, കാരണം നമുക്ക് വണ്ടിയും ട്രാവലൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി നേരെ പുറത്ത് പോയപ്പോണ്ട് പുറത്ത് നല്ല അടിപൊളി ഒരു കഫേ. ഗോവ എന്നതിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട മറ്റൊരു കഫേയാണ് ഇത്. ഇവ കഫേ എന്നാണ് പേര്. ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവ കഫേ ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ആംബിയൻസും അല്ലെങ്കിലും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ മെജോറിറ്റി ഇവിടെ ആൾക്കാർ വരുന്നത് നല്ല ഫോട്ടോസ്. അപ്പം നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ വിട്ടിട്ടുണ്ടായിരുന്നത് ബാഗ ബീച്ചിലേക്കാണ്. ബാഗ ബീച്ചിലേക്ക് നമ്മൾ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ ആകെ ബീച്ചുകളേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂട്ടി കാര്യങ്ങളൊക്കെ ഇവിടെ റെൻറ്റിന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അത് എടുത്തു. തൊട്ടടുത്ത ബീച്ച് ബാഗ ബീച്ച് ആയതുകൊണ്ടാണ് അങ്ങോട്ട് പോയിരുന്നത്. ബസലിക്ക ബോമൊക്കെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒത്തിരി ലോങ് ആയിപ്പോയി അഞ്ജുന ബീച്ചിൽ നിന്ന്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്തു, ബാഗ ബീച്ചിലെത്തി. ബാഗ ബീച്ച് എല്ലാവർക്കും അറിയാമല്ലോ, ആസ് യു ഓൾ നോ, ഗോവയിലെ തന്നെ ഏറ്റവും റഷ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. അതുപോലെ തന്നെ അവിടുത്തെ മാർക്കറ്റും അത്രത്തോളം എന്താ പറയുക ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞതാണ്. നമ്മൾ ഏകദേശം ഒരു 5 മണി ആ സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ നൈറ്റ് ലൈഫാണ് ഇവിടുത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യുന്നതും നൈറ്റ് ലൈഫാണ്. പക്ഷേ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഷാക്സ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നേ ഉള്ളൂ, ഇവർക്ക് സെറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈമിംഗ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കാണാം, ബാഗ ബീച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ അടിപൊളിയാണ് ഗോവ ട്രിപ്പ് വരുന്നത്. ആക്ച്വലി ഗോവയല്ല നമ്മുടെ ട്രിപ്പ്, എന്നിരുന്നാലും നമ്മൾ വേണ്ട രീതിയിലൊക്കെ അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ബാഗ ബീച്ചിലൊക്കെ ഞാൻ ഒരുപാട് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു നൊസ്റ്റു ഫീലും കിട്ടുക. കാരണം സ്കൂൾ കോളേജിലെ സമയത്താണെന്ന് തോന്നുന്നു ലാസ്റ്റ് ടൂറിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫോറിനേഴ്സാണ് ഈ ബാഗ ബീച്ചിൽ ഏറ്റവും കൂടുതലുണ്ട്. നമ്മൾ അഞ്ജുന ബീച്ചിൽ നിന്ന് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ബീച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ട് നമ്മൾ അടുത്തതായിട്ട് ഒരു ഷാക്കിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളവിടെ പോയപ്പം നാട്ടിൽ കിട്ടുന്ന സെയിം തന്നെ KFൻ്റെ ബിയറും ആണ് നമ്മൾ ഇടുന്നത്. ബാക്കി ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഭയങ്കര എന്നല്ല, എന്നിരുന്നാലും നമുക്ക് അഫോർഡ്, കാരണം നമ്മുടെ പ്ലാൻ ഗോവയല്ലല്ലോ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നപ്പോൾ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ബാഗ ബീച്ചിൽ നിന്ന് പിന്നെ ഇനി റൂമിൽ പോയിട്ട് നമുക്ക് പ്ലാനിൽ വേറെ ഒന്നും നിലവിലില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ട്രൈ ചെയ്താന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കുറച്ച് നേരം കൂടി ഇരുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. ഇവിടെയൊക്കെ നമ്മളെ നാട്ടിലുള്ള പോലത്തെ സൺസെറ്റ് എല്ലാം നോർമലി കടലിലോട്ട് താവുന്ന രീതിയിൽ കാണില്ല. കുറച്ച് നേരം അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, പിന്നെ അത് എന്താ പറയുക വാനിഷായി പോകും.
അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചിട്ട് ഇറങ്ങും. അപ്പോൾ ഇതായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന ഷാക്ക്. ഇവിടുത്തെ ബാർ റെസ്റ്റോറൻറ്റ് പോലെയാണ്, എല്ലാ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. അത് കമ്പാരിറ്റീവ്ലി റേറ്റും കുറച്ച് കുറവാണ്. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞാലാണ് ഗോവ ശരിക്കും ഓൺ ആവുന്നത് കേട്ടോ. ഇവിടുത്തെ പബ്ബ്, പാർട്ടീസ്, അതുപോലെ തന്നെ സെലിബ്രേഷൻസ്, കാര്യങ്ങൾ, നൈറ്റ് ലൈഫാണ് ഗോവയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം നമ്മൾ എന്തായാലും നമുക്ക് നേരത്തെ പോകാനുള്ളതുകൊണ്ട് ഗോവയോട് ബൈ ബൈ പറയാണ്. നല്ല കേരള ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഗോവയിൽ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. 1500 ഉള്ളിൽ എന്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് 1 ഡേ മാത്രം ആയതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ വേറെ റൂം കാര്യങ്ങളൊന്നും നോക്കിയൊന്നുമില്ല. അപ്പം നമുക്ക് നാളെ രാവിലെ തന്നെ ലക്ഷദ്വീപിലേക്ക് പോകണം. അപ്പോൾ ലക്ഷദ്വീപിൻ്റെത് പാർട്ട് 1, 2, 3 ആയിട്ട് വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.